നിരക്ക് വർധന പ്രഖ്യാപിച്ച ജിയോയും എയർടെല്ലും സാമ്പത്തികമായി ആരോഗ്യകരമായ ഒരു ബിസിനസ് മോഡലാകണമെങ്കിൽ ഓരോ ഉപയോക്താവിന്റെയും മൊബൈൽ കണക്ഷനിൽ നിന്നും കമ്പനിക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനം ഉയരണം. ഇതാണ് നിരക്ക് വർധനയ്ക്ക് കാരണമായി ടെലികോം കമ്പനികൾ പറയുന്നത്. റിലയൻസ് ജിയോ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് പ്ലാനുകൾക്ക് 12 മുതൽ 25% വരെയാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. ഒരു ഉപയോക്താവിൽ നിന്നുള്ള ജിയോയുടെ പ്രതിമാസ ശരാശരി വരുമാനം 2024 മാർച്ച് വരെ 181.7 രൂപയായിരുന്നു. ഇത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ജിയോയുടെ ഏറ്റവും കുറഞ്ഞ പ്ലാൻ ഇനി 189 രൂപയുടേതാകും. അൺലിമിറ്റഡ് വോയിസ് കോളിനൊപ്പം 2GB ഡേറ്റ വാഗ്ദാനം ചെയ്യുന്ന 155 രൂപയുടെ പ്ലാനിൽ 22% നിരക്ക് വർധന. ജിയോയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രതിമാസ പ്ലാനിന്റെ നിരക്ക് 189 രൂപയായി ഉയർത്തി. 209 രൂപ മുതൽ 399 രൂപ വരെയുള്ള മറ്റ് പ്ലാനുകളുടെ നിരക്ക് 12% വർദ്ധിപ്പിച്ചത്. 399 രൂപയുടെ പ്ലാനിന് ഇനി 449 രൂപ നൽകണം. തൊട്ടു പിന്നാലെ എയർടെല്ലും നിരക്ക് വർദ്ധിപ്പിച്ചു. എയർടെല്ലിന് നിലവിലെ സാഹചര്യത്തിൽ ഓരോ ഉപയോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം 300 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന് കമ്പനി പറയുന്നു. നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യയ്ക്കും സ്പെക്ട്രം വിതരണത്തിനും നിക്ഷേപം ലഭിക്കുന്നതിന് വരുമാനം ഉറപ്പുവരുത്തണം. ഇതിനായി ജൂലൈ 3 മുതലാണ് എയർടെൽ മൊബൈൽ താരിഫുകൾ ഉയർത്തിയിരിക്കുന്നത്. എൻട്രി ലെവൽ പ്ലാനുകളിൽ മിതമായ നിരക്കിലാണ് വർധന വരുത്തിയിരിക്കുന്നത്. പ്രതിദിനം 70 പൈസയിൽ താഴെയാണ് നിരക്ക് വർധന. എയർടെല്ലിന്റെ 28 ദിവസത്തെ 179 രൂപയുടെ പ്ലാനിന് ഇനി 199 രൂപയാകും. 84 ദിവസത്തെ 455 രൂപയുടെ പ്ലാനിന് 509 രൂപ ലഭിക്കണം. 399 രൂപയുടെ പ്ലാനിന് 449 രൂപയായും നിരക്ക് വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.